സംസ്ഥാനത്ത് കോൺഗ്രസും യു.ഡി.എഫും കഴിഞ്ഞ 10 വർഷത്തിനിടെയുള്ള ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടന്നത് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താനുള്ള നീക്കം എ.ഐ.സി.സി ശക്തമാക്കിയിരിക്കുകയാണ്. കെ.പി.സി.സി ഓഫീസിലെ മൂവർ സംഘം വ്യാജവാർത്ത ചമച്ചത് സംസ്ഥാനത്തെ മീഡിയ രംഗത്തെ CPM ഫ്രാക്ഷനെ ഉപയോഗപ്പെടുത്തിയെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതിനായി യോഗം ചേർന്നെന്ന് വരുത്താൻ കെ.പി.സി.സി പ്രസിഡന്റിനെ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ചിലർ ചേർന്ന് നടത്തിയ നാടകങ്ങളുടെ പരിസമാപ്തിയായിരുന്നു ആ വ്യാജവാർത്ത. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ പ്രസിഡന്റിന് വേണ്ടിയെന്ന നിലയിൽ നടത്തുന്ന ചില തെളിവുകളും പുറത്തു വന്നിരുന്നു. സംസ്ഥാന കോൺഗ്രസിലെ ഇത്തരം പ്രശ്നങ്ങളിൽ എ.ഐ.സി.സിയുടെ ഇടപെടലാണ് ഇപ്പോഴത്തെ ചർച്ച. കെ.പി.സി.സിയിൽ അസ്വസ്ഥമായ പ്രവണത ഉടലെടുക്കുന്നുവെന്നും ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി കെ.പി.സി.സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാർട്ടിയിൽ അച്ചടക്കം ഉറപ്പാക്കാനും ചേരിപ്പോരിന്റെ സാധ്യതകൾ ഒഴിവാക്കാനും പ്രശ്നത്തെക്കുറിച്ച് ഉടൻ അന്വേഷിച്ച് പരിഹാര നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. പാർട്ടി യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന സുപ്രധാന കാര്യങ്ങൾ ചോരുന്നതായും തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചിലർ കൈമാറുന്നതായും ദീപാദാസ് മുൻഷി വിമർശിക്കുന്നുണ്ട്. ഇത്തരം പ്രവണതകൾ പാർട്ടിയുടെ അച്ചടക്കത്തെ തടസ്സപ്പെടുത്തുകയാണ്. പാർട്ടിയിലെ ആഭ്യന്തര വഴക്കുകൾക്കും ഇത് കാരണമാകുന്നുണ്ട്. പാർട്ടിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ രഹസ്യ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകുന്നവരെ കണ്ടെത്തണമെന്നും തിരുവഞ്ചൂരിന് അയച്ച കത്തിൽ ദീപാദാസ് മുൻഷി നിർദ്ദേശിക്കുന്നുണ്ട്. എത്രയും വേഗം ഇത് അന്വേഷിച്ചറിയിക്കണം. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ അച്ചടക്ക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അയച്ച കത്തിന്റെ പകർപ്പ് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും നൽകിയിട്ടുണ്ട്. പാർട്ടിക്കകത്തുള്ള വ്യക്തിയോ ചില വ്യക്തികളോ പാർട്ടി വേദികളിൽ നടത്തുന്ന ചർച്ചകളും വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകുന്ന തെറ്റായ പ്രവണത വർദ്ധിച്ചു വരികയാണ്. പാർട്ടി യോഗങ്ങളിൽ കൈക്കൊള്ളുന്ന രഹസ്യ സ്വഭാവമുള്ള തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകുക മാത്രമല്ല, പലപ്പോഴും നിർണായകമായ വിഷയങ്ങളിൽ ഒരടിസ്ഥാനവുമില്ലാത്തതും ഊതിപ്പെരുപ്പിച്ചതും അസത്യവുമായ വിവരങ്ങളാണ് കൈമാറാവുന്നത്. തെറ്റായ പ്രവണത തടയുന്നതിനും ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കുന്നതിനും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ നടപടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ട്. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് ദീപാദാസ് മുൻഷി കത്ത് ചുരുക്കുന്നത്. പാർട്ടിയിൽ അച്ചടക്കം ഉറപ്പാക്കാനും ചേരിപ്പോരിന്റെ സാധ്യതകൾ ഒഴിവാക്കാനും പ്രശ്നത്തെക്കുറിച്ച് ഉടൻ അന്വേഷിച്ച് പരിഹാര നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. പാർട്ടി യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന സുപ്രധാന കാര്യങ്ങൾ ചോരുന്നതായും തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പിന്നിൽ കൈമാറുന്നതായും ദീപാദാസ് മുൻഷി വിമർശിക്കുന്നുമുണ്ട്. കോൺഗ്രസിൽ പതിവില്ലാത്ത തരത്തിൽ ഒരു വർഷത്തിലേറെ മുന്നേ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ അജണ്ടയും തീരുമാനങ്ങളും ഇടതുപക്ഷ കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിരുന്നു. അടുത്ത ഒരു വർഷത്തിന് ശേഷം നടക്കേണ്ട തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഏകോപനത്തിന് പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളിലും യു.ഡി.എഫ് വൻ വിജയം ഒരുക്കിയത് വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ വിജയമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിൽ തുടങ്ങി സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം നിർണായക നീക്കങ്ങൾ നടത്തി ഒറ്റയ്ക്ക് പട നയിച്ചുകൊണ്ടാണ് 20-18 എന്ന വിജയം യു.ഡി.എഫ് കൈയടക്കിയത്. അതേ വി.ഡി. സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏകോപന ചുമതലയിലെത്തിയത് കോൺഗ്രസ് നേതാക്കളെക്കാൾ അധികം ഞെട്ടിച്ചത് ഇടത് കേന്ദ്രങ്ങളെയാണ്. അത് തകർക്കണമെങ്കിൽ സതീശനെ ആക്രമിക്കുകയും കോൺഗ്രസിലെ ഐക്യം തകർക്കുകയും വേണമെന്ന് ഇടത് കേന്ദ്രങ്ങളുടെ തന്ത്രമാണ്. അതിന് ചുമതല ഇടതുപക്ഷം അതീവ രഹസ്യമായി വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇടത് അനുകൂലികളായ മാധ്യമ പ്രവർത്തകരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വാർത്താ കമ്പക്കാരായ കോൺഗ്രസ് നേതാക്കളെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുക മാധ്യമ പ്രവർത്തകർ കാണുന്നതിനാലാണ് മാധ്യമരംഗത്തെ CPM ഫ്രാക്ഷന് ഈ ചുമതല നൽകിയത്. ആ തന്ത്രം വിജയം കണ്ടതിന്റെ സൂചനകളാണ് കോൺഗ്രസ് ഭാരവാഹി യോഗത്തിൽ സതീശനെതിരെ വിമർശനമെന്ന നിലയിൽ വാർത്ത പുറത്തു വരാനുള്ള കാരണം. ഐ ഗ്രൂപ്പിൽ നിന്ന് അടുത്തിടെ സുധാകര പക്ഷത്തോട് കൂടുമാറിയ കെ.പി.സി.സി ഭാരവാഹിയാണ് സതീശനെ വിമർശിക്കാൻ അടിയന്തര ഭാരവാഹി യോഗം എന്ന ആശയം മുന്നോട്ട് വെച്ചതെന്നാണ് സൂചന. ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിലായിരുന്ന കെ. സുധാകരനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ യോഗത്തിൽ പങ്കെടുപ്പിച്ചതെന്നും ചില വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇത്തരക്കാരെ കണ്ടെത്തുകയും പാർട്ടിക്ക് പുറത്തു നിർത്തുകയും ചെയ്തില്ലെങ്കിൽ സംസ്ഥാനത്ത് അടുത്തിടെ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റങ്ങളൊക്കെ തന്നെ വൃഥാവിലാവും എന്ന കാര്യം ഉറപ്പു തന്നെയാണ്.